ചില സ്ഥലങ്ങളിൽ നമുക്ക് ശ്രീനിവാസൻ ചേട്ടനെ കാണുന്നുണ്ടോ? ധ്യാനിലൂടെ, വിനീതിലൂടെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നല്ലോണം കാണുന്നുണ്ട് പല സിനിമയിലും. ഇപ്പം പൊന്മുട്ടയിടുന്ന അല്ലേ നില സിനിമയിലും ആ അതിലെല്ലാം ഓരോ സീനും ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് ആ സമയത്തും. ഈ പറഞ്ഞ പോലെ എനിക്ക് കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, വിനീത് ഇറങ്ങി വരുമ്പോൾ എനിക്ക് ശ്രീചേട്ടൻ്റെ പല സിനിമയിലും കാണും. ആ വരവ് തിരിച്ചു വന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് വന്ന ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ കുറേ ശ്രീനിവാസൻ ചേട്ടൻ, പഴയ കാലത്ത് ശ്രീചേട്ടൻ കൃത്യമായിട്ട് വിനീതിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടി എല്ലാ റിവ്യൂസും അത് പറയുന്നുണ്ട്. ഈ ശ്രീചേട്ടൻ്റെ സിനിമകൾ ഒത്തിരി കണ്ടിട്ടുണ്ടാണ്. അത് എല്ലാം മിക്കവാറും സിനിമകൾ കണ്ടിട്ടുണ്ട്. ശ്രീചേട്ടൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ മാത്രമല്ല, ഇപ്പോഴും ടി വിയിൽ വന്നാൽ അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ മാർഷൽ സംബന്ധിച്ചുള്ള ഇത്തരം കഥാപാത്രങ്ങൾ കോമഡി ആണല്ലോ, ആളുകൾ ചിരിപ്പിക്കുക എന്നുള്ളത് അതാണ് സന്തോഷമുള്ള കാര്യം. സന്തോഷമുള്ള അത്ര എളുപ്പമല്ല ചിരിപ്പിച്ചെടുക്കാൻ എളുപ്പമല്ല ആളുകളെ. അത്തരം ഒരു കഥാപാത്രം ചെയ്യുമ്പം മാഷിൻ്റെ ഒരു സാഹചര്യം, ഒരു ജീവിത പശ്ചാത്തലം, ഇതെല്ലാം ഉണ്ട്. അതിൽ നിന്നും മാറിയാണ് ചിരിപ്പിച്ചെടുക്കുന്നത്. രാഷ്ട്രീയക്കാരനാണ്, ആ രാഷ്ട്രീയക്കാരനിൽ മാറി ഒരു സിനിമയിലെ കലാകാരനായി, നാടക കലാകാരനായിരുന്നു. നാടകത്തിൽ മാത്രം ചിരിപ്പിക്കലിന് അപ്പുറം കരയിപ്പിക്കലും വലിയ പാടാണ് നാടകത്തിൽ. പക്ഷെ സിനിമയിൽ ചിരിപ്പിക്കാനാണ് പാടുന്നത് എനിക്ക് തോന്നുന്നു. അത് രണ്ടുമുള്ള വ്യത്യാസം എങ്ങനെയായിരിക്കും, നാടകവും സിനിമയായിട്ടുള്ള മാഷിൻ്റെ വ്യത്യാസം? ഞാൻ നാടകത്തിലും സീരിയസ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ചിരിപ്പിക്കുന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തെരുവ് നാടകം കളിച്ചിൻ്റെ ഒരു ഗുണമായിരുന്നു. തെരുവ് നാടകം കളിക്കുമെന്ന് പറഞ്ഞാൽ മുമ്പിൽ നിൽക്കുന്ന ആളുകളോട് നമ്മൾ നേരിട്ട് പറയുന്നതല്ലേ, അവരെ കണ്ണിൽ നോക്കി പറയുന്നതാണ്. അപ്പോൾ ചിരി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആളുകളെ മനസ്സിൽ നിന്ന് നമ്മളൊരു കഥാപാത്രം അവതരിപ്പിക്കുന്ന സമയത്ത് അവർ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ, ഞാനിപ്പോൾ ഏതെങ്കിലും വേദിയിൽ പോയാൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു നെടുനീള പ്രസംഗമല്ല, 10-15 മിനിറ്റ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ചോദ്യവും ഉത്തരവും വർത്തമാനമായിട്ടില്ല സംസാരം. അത് ഒരു തെരുവ് നാടകത്തിലും കിട്ടിയൊരു ഗുണമാണ് ശരിക്കും പറഞ്ഞാൽ. അതെ സിനിമയിൽ വന്നു കഴിയുമ്പോൾ അത് കൂടുതൽ ഫലം കണ്ടു അല്ലേ, ഒരു സംശയം, എളുപ്പമാണല്ലോ. അതെ അല്ലേ. ചിരിക്കണം. നമുക്ക് ഇപ്പം നേരത്തെ വന്ന് നേരിട്ട് നാടകത്തിൽ കാണാം, പക്ഷെ തിയേറ്ററിൽ നമ്മളിങ്ങനെ സ്ക്രീനിലേക്കുമ്പോൾ ആ പല സൈഡിൽ നിന്ന് കയ്യടിയും ചിരി വരുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സന്തോഷം വരുന്നല്ലേ, വലിയ സന്തോഷം തന്നെയാണ്. നമ്മളെ ചുറ്റും വരുന്ന ആളുകളിത് നമ്മളൊരു ഡയലോഗ് പറയുന്ന സമയത്ത് ആളുകൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ സന്തോഷം തന്നെയല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രീനിൽ കണ്ട ആൾ നമ്മൾ എഴുന്നേറ്റേക്കുമ്പോൾ അവരുടെ ഒരു വാത്സല്യവും സ്നേഹവുമായി എങ്ങനെ ഉണ്ടാവും? ഇപ്പം നമ്മളിപ്പോൾ ട്രെയിനിൽ വരുന്ന സമയത്ത് ആ സിനിമ കണ്ടവർ നമ്മളെ കണ്ടിട്ട് ആ സിനിമ ഭയങ്കര സിനിമയായി ഇഷ്ടപ്പെട്ടു എന്നെല്ലാം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ഫോൺ വിളിച്ച് പറയുമ്പോൾ, നിങ്ങളിനിപ്പോൾ എന്നെ കണ്ടപാടും പറഞ്ഞു ആ സിനിമ നന്നായിട്ടുണ്ട്, നല്ല അഭിനയമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷം തന്നെയല്ലേ. ഈ വീട്ടിൽ രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാവുമല്ലോ ഈ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ? വീട്ടിൽ ചെന്നപ്പോൾ അവർ ഓരോ ഡയലോഗെല്ലാം പറയുന്നുണ്ട്. എൻ്റെ മരുമകളുടെ മോനുണ്ട്, മോനിപ്പോൾ ഈ ഡയലോഗ് പറഞ്ഞ് ചിരിക്കുന്നു. ചില ഡയലോഗ് ഓന് പറയുന്നില്ല, ചില ഡയലോഗ് അല്ല ചിരി പറഞ്ഞ് അത് പറഞ്ഞുകൂടാ, അത് കുഞ്ഞാമൻ തന്നെ പറയുന്ന പറയല്. അത് പറയും എന്നെ വിളിക്കൽ മാമൻ എന്ന് വിളിക്കുന്നതിന് പകരം കുഞ്ഞാമൻ എന്നാ വിളിക്കുന്നത്. അത് അങ്ങനെ പറയും, ഞാൻ പറയില്ല. അത് പറയില്ല. ഈ പാട്ട് ഈ സിനിമ കണ്ടിട്ട് വന്നിട്ട് വൈഫ് വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞേക്കുന്ന ഡയലോഗ് ഏതായിരിക്കും? നിങ്ങൾ ചെയ്ത ആ സ്ഥലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം മാമ്പറത്ത് രാഘവൻ എന്നെല്ലാം പറയാൻ തുടങ്ങി, ആ പേരിൽ അറിയപ്പോൾ വീട്ടിൽ വിളി തുടങ്ങി അല്ലേ. അവിടുത്തെ രാഘവൻ എന്നുള്ള സാധനം എനിക്ക് തോന്നുന്നു മോഹൻ ചേട്ടനും ഈ സ്ക്രിപ്റ്റ് റൈറ്ററും ആദ്യം കണ്ടത് മാഷിൽ തന്നെയാണ് ഞാൻ അറിഞ്ഞത്. അല്ല, എന്നോട് പറഞ്ഞത് പിന്നെ ശ്രീനേട്ടൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ റോളാണ്. അല്ല, ശ്രീനേട്ടന് വയ്യാന്ന് പറഞ്ഞപ്പോൾ വേറെ ആരിലേക്കും പോയില്ല. അത് എനിക്ക് സന്തോഷമായി. ശ്രീനേട്ടന് അതായത് ഇത്രയും വലിയൊരു കലാകാരൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ റോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമില്ലപ്പോൾ സ്വാഭാവികമായിട്ടും എന്നിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ സ്ഥലത്തും പ്രസംഗിക്കാൻ പോയാലെല്ലാം ഓരോ സ്ഥലത്ത് പോയാലും ഞാൻ പറയലുണ്ട് ശ്രീനേട്ടൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ റോളാണ് എനിക്ക് പിന്നെ എം മോഹനൻ അതുപോലെ തന്നെ രാകേഷ് മണ്ടോടി തന്നത്. അത് ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം. തീർച്ചയായിട്ടും ആ ഒരു വലിയൊരു കലാകാരൻ്റെ വേഷമാണല്ലോ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വന്നത്. അത് ഇവർ തീരുമാനിച്ചത് അങ്ങനെയാണ്. അത് കഴിഞ്ഞപ്പോൾ വേറെ ആരും വന്നില്ല എന്ന് പറഞ്ഞു. ശ്രീചേട്ടനാണെങ്കിൽ ശ്രീചേട്ടൻ തന്നെ. പക്ഷെ അവിടെയും മാഷിന്റെ കഥാപാത്രം ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞത്. എങ്കിലും ആ സിനിമയിൽ മാഷിന് ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. മാഷിനെ ഒഴിവാക്കില്ലായിരുന്നു. അങ്ങനെ സംഭവം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത്. ഏതാണെന്നോട് പറഞ്ഞില്ല, ഏതാന്ന് എന്നോട് പറഞ്ഞില്ല. പക്ഷെ അതൊന്നും കൂടെ ഡെവലപ്പ് ആവും, നിങ്ങൾ ഡെവലപ്പായിട്ടായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. ചെറിയ വേഷങ്ങളിലാണ്, പക്ഷെ കുറേ ആളുകൾ ഇതിനകത്ത് അഭിനയിച്ചു. ഒരുപാട് ആളുകൾ, ഒരുപാട് ആർട്ടിസ്റ്റ് ഇതിലുണ്ട്. ഇവരൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു? ഞാനിപ്പോൾ ചില ആളുകളെ ഞാൻ ആ സ്ഥലത്ത് കണ്ടിട്ടേ ഇല്ല, അതായത് സിനിമയിലാണ് കാണുന്നത്.
മറ്റു കുറേ ആളുകൾ കണ്ടു. ഇപ്പോൾ ദിവാകരൻ വിഷ്ണുമംഗലം, അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ പണിക്കർ, നമ്മൾ അരവിന്ദ് കട്ടു, ഇപ്പോൾ കട്ടുവായി, അരവിന്ദ് പോയി, കട്ടുവായി. പിന്നെ പൂജ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളെ ഇന്നാത്താൻ കേസുകളുടെ 2 അമ്മമാർ അല്ലേ, കമലാക്ഷിയും അതുപോലെ കർത്തേനേച്ചിയും, അവർ 2 ആളുണ്ടായിരുന്നു. രജിത മധു ഉണ്ടായിരുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ നമ്മളെ രാധൻ, മിനി രാധൻ, നാടകത്തിൽ ഏറ്റവും നന്നായി അഭിനയിക്കുന്നവരാണ് മിനി രാധനും രജിത മധുരും. ഒരുപാട് നാടകങ്ങളിൽ, അതുപോലെ അശോക ടീച്ചർ, അവരെല്ലാം എല്ലാവരും സിനിമ കണ്ടപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകും. അല്ല, ഇവരെല്ലാം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ മറ്റു പല ആളുകളെ ഞാൻ സിനിമയിലാണ് കാണുന്നത്. സിനിമയിലാണ് കണ്ടത്. എന്തായാലും നല്ല സിനിമ. ആ സിനിമയുടെ യാത്ര തുടരുകയാണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ തിയേറ്റർ വിസിറ്റൊക്കെ ആയിട്ട് അങ്ങ് പോവാണ്. ആഷക്ക് ഇങ്ങനെ തിയേറ്റർ വിസിറ്റ് പോകണമെങ്കിൽ ആ സിനിമയോടുള്ള ഇഷ്ടം, ആ സിനിമ അത്രയും ജനങ്ങൾ ഏറ്റെടുത്തപ്പോഴാണ് യാത്ര ചെയ്യാൻ തന്നെ തീരുമാനം അല്ലേ. അപ്പോൾ ഇനിയും കുറേ ദിവസങ്ങളിൽ സിനിമ ഓടണം. ഇതിൽ പിന്നെ പ്രൊഡ്യൂസറോട് നമ്മൾ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ, മഹേഷ് സുബൈർക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളിലും ആണ് ഈ സിനിമയും കൊണ്ടുവന്നത്. പക്ഷേ ഒരു ഹിറ്റടിച്ച സിനിമ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇപ്പോൾ പത്രങ്ങളിലെല്ലാം വന്നതിനൊരു വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നേരത്തെ കാവ്യമാധവനം ചെയ്ത സിനിമ മീശമാധവൻ, അതുപോലെ ഹിറ്റടിക്കുന്ന ഒരു സിനിമയായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ ഒരു പ്രൊഡ്യൂസർക്ക് ഹിറ്റടിക്കുകയും അതിന് സാമ്പത്തിക നഷ്ടം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് സിനിമക്ക് ഒരു ഗുണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ പൈസയും ചിലവഴിച്ച അവസാനം ഒന്നും കിട്ടാതെ പോകുന്നൊരവസ്ഥയിൽ അതേതായാലും ഈ സിനിമക്ക് ഉണ്ടാവില്ല. അതിൻ്റെ 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. തീർച്ചയായിട്ടും മഹാസുബർ അങ്ങനെ ഈ പറഞ്ഞ നല്ല കഷ്ടപ്പെട്ട് തന്നെ, നല്ലോണം കഷ്ടപ്പെട്ടു, സംശയമില്ല. സിനിമ ഹിറ്റ് അല്ല, അതുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഒന്നും പറയാതെ എത്ര ദിവസമായാലും കുഴപ്പമില്ല, ഞാൻ ഉണ്ടാവും, കൂടെ ഉണ്ടാവും. എന്തായാലും ആ തലശ്ശേരി കാസർഗോഡ് ഭാഷയിൽ ഇനിയും സിനിമ കാണാത്തവരെ തിയേറ്ററിലേക്ക് ഒന്ന് ക്ഷണിച്ചേക്ക്. തീർച്ചയായിട്ടും എല്ലാവരും, പ്രിയപ്പെട്ട എല്ലാവരും ഈ സിനിമ കാണണം, തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. എന്തായാലും ഇഷ്ടപ്പെടും. ചിരിക്കാനുള്ള ഒരവസരം നഷ്ടപ്പെടുത്തരുതെന്ന് വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി കാണാത്ത ഒരു സിനിമ കാണാൻ ഇനിയും പോവുക. അത്രമാത്രം ചിരിക്കാനുള്ള ഉറപ്പുള്ളത് തന്നെ. അന്ന് ഞാൻ റിവ്യൂ പറഞ്ഞപ്പം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവും എന്ന് പറഞ്ഞാൽ അത് ആരും അതിനെതിരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സിനിമ കാണുക. ഈ സിനിമയുടെ 25ാം 50ാം ദിവസവും 100ാം ദിവസവും ആഘോഷമുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒത്തിരി സന്തോഷം. ആ സമയത്ത് ഒന്നിച്ച് കാണാം. തീർച്ചയായും ഒത്തിരി സന്തോഷം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.